ഹായ്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ശോഭയുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും നല്ല വില്ല പ്രൊജക്റ്റായിട്ടുള്ള ശോഭ സിൽവർ എസ്റ്റേറ്റിലാണ് നമ്മളിരിക്കുന്നത്. എക്സാക്ട്ലി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ടൗണിൽ നിന്നും ഏകദേശം ഒരു 6.5 കിലോമീറ്റർ മാറി ആട്ടൂർ പോട്ടൂർ ഭാഗത്താണ് ശോഭ സിൽവർ എസ്റ്റേറ്റ് ഉള്ളത്. നിയർലി 7 ഏക്കറിൽ 7.04 ഏക്കറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു 57 വില്ലയോട് കൂടിയിട്ട് 4 BHK ആൻഡ് 3 BHK കോൺഫിഗറേഷൻസിലുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇന്നൊരു വില്ല പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന വില്ലേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അമ്യൂണിറ്റീസ്, അതിൻ്റെ സൗകര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ? ഇപ്പം നമ്മൾ ഇത് വില്ല നമ്പർ 39 3 BHK കൺവേർട്ടബിൾ ടൈപ്പ് വില്ലയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. ഇത് നിയർലി 2800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വില്ലയുടെ ടോട്ടൽ സൂപ്പർ ബിൽഡപ്പ് ഏരിയ വരുന്നത്. 6 സെൻറ്റ് ലാൻഡിലാണ് ഈ ഒരു വില്ല ഇരിക്കുന്നത്. സോ ഈ ഒരു വില്ലയുടെ പ്രത്യേകത, നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു ഫയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു വില്ല ആയിരിക്കും. പ്ലസ് അതിൽ നിന്ന് ഒരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്, ഹാള്, ദെൻ കിച്ചണോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ കഴിഞ്ഞിട്ട് നമുക്കിതിനൊരു മെയ്ഡൻ റൂമും, ആ മെയ്ഡൻ റൂമിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്ന ഒരു ഫ്ലോർ പ്ലാനാണ് നമുക്ക് ഗ്രൗണ്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്രൗണ്ടിൽ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് നമുക്കൊരു വാഷ് ബേസ് യൂണിറ്റ് വരുന്നുണ്ട്. പ്ലസ് ഒരു ബെഡ്റൂമും അതുപോലെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഇത് ലിവിങ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീല് ഇതിനകത്ത് കൊണ്ടുവരാൻ ശോഭക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം നമുക്ക് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. 2-ൽ ഒരെണ്ണത്തിന് ബാൽക്കണി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അഡീഷണലി നമുക്കൊരു ലിവിങ് റൂം സ്പേസ് മുകളിലുണ്ട്. ഒരു ഫാമിലി ലിവിങ് റൂമിനുള്ള സ്പേസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 2 രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ അത് ഒരു ഫാമിലി ലിവിങ് റൂം ആയിട്ട് തന്നെ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു അഡീഷണൽ ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അതിനൊരു ഡോർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ ബെഡ്റൂമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. പ്ലസ് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു പൂജാ റൂമുണ്ട്. ഐദർ നിങ്ങൾക്കത് പൂജാ റൂമായിട്ട് കൺവേർട്ട് ആക്കാം, അല്ലെങ്കിൽ ഒരു അയൺ റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കതിനെ മാറ്റാവുന്നതാണ്. സോ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനിങ്ങിലൂടെയാണ് 2800 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വില്ല നമ്മൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. പ്രൈസിങ് പറയാൻ പറ്റും നമുക്ക്? യെസ്, ഓഫ് കോഴ്സ്. നമുക്കിതിൻ്റെ പ്രൈസിങ് വരുന്നത് 2800 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള 3 BHKയുടെ പ്രൈസിങ് വരുന്നത് 2.8 to 2.9 ആണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്, ഓൾ ഇൻക്ലൂസീവ് വരുന്നത്. ഓക്കെ. ആൻഡ് 4 BHKയിലേക്ക് വരുമ്പം 3.7 CR ആണ്. ഓവർ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ചാർജ് ഉൾപ്പെടെയാണ് ഉദ്ദേശിച്ചത്? അല്ല, ഓവർ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ ശോഭയുടെ കംപ്ലീറ്റ് എമൗണ്ട് ആണ്. രജിസ്ട്രേഷൻ ടു ദ ഗവൺമെൻറ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 2.8ലേക്ക് നിങ്ങൾക്ക് വരുന്നത്, ഒന്ന് നിങ്ങൾക്ക് യൂണിറ്റ് കോസ്റ്റ് വിത്ത് ലാൻഡ് വരുന്നുണ്ട്. ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസിൻ്റെയും കോസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡഡ്. അഡീഷണലി വരുന്ന ടാക്സ്, GST, മെയിൻ്റനൻസ്, ഡെപ്പോസിറ്റ്, ഇതെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 2.8 to 2.9. ഓക്കെ. അതായത് അഡീഷണൽ ആയിട്ട് വരുന്നത് രജിസ്ട്രേഷൻ ചാർജസ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.